നമീമത്ത്. നമീമത്ത് നാലാമതായി നമ്മൾ നമീമത്ത്. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമീമത്ത് നമീമത്ത് നമീമ എന്നൊക്കെ പേരുള്ളവർ കാണും പെണ്ണുങ്ങൾ. ഏഷണി പറയുന്നവളെ നടത്തം. നമീമ അർത്ഥമൊന്നും നോക്കാറില്ലല്ലോ, അങ്ങോട്ട് ഇട്ട് കൊടുക്കലെന്നെ. അപ്പൊ നമ്മാമ് നമീമത്ത്, നമീമത്ത് പറയുന്നവൾ. എന്താണ് അതിന്റെ അർത്ഥം? ഏഷണി പറയുന്നവരാണ്. അതാണായാലും പെണ്ണായാലും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മൻ അശറുൻ നാസ്, ജനങ്ങളിൽ ദുഷിച്ചവനാരെന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്തെ? ജനങ്ങളിൽ ദുഷിച്ചവനാരാണ്? നികൃഷ്ടനാരാണ്? നിന്ദ്യനാരാണ്? തെമ്മാടിയാരാണ്? നിങ്ങൾക്കറിയുമോ സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഖാലൂ, സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലും മാത്രമാണ് അറിവുള്ളവൻ, ഞങ്ങൾക്കറിവില്ല നബിയെ എന്ന് സഹാബത്ത് മറുപടി പറയുകയാണ്. മനസ്സിലാക്കണം കേട്ടോ, നല്ലപോലെ മനസ്സിലായി. ആരാണ് മോശക്കാരൻ? നികൃഷ്ടൻ ജനങ്ങളിൽ. നിബിതങ്ങളുടെ മുത്തായ നാവിൽ നിന്നും ഉതിർന്നു വീണ മണിമുത്തുകളാണ്, പവിഴമാണ്, പെറുക്കിയെടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ജനങ്ങളിൽ നികൃഷ്ടനാരെന്നറിയുമോ സഹാബത്തെ? ലോകത്തിന്റെ നേതാവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോയ സഹാബാക്കൾ അത്ഭുതത്തോടെ അമ്പരപ്പോടെ ചോദിക്കുകയാണ്, മറുപടി പറയുകയാണ്, അത് അല്ലാഹുവും അവന്റെ റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ആ ജനങ്ങളിൽ നികൃഷ്ടരായവർ, മോശമായവർ, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരാണ് സഹാബത്തെ. ദുൽ വജ്ഹൈൻ വഫീ റിവായത്തിൻ ദൂ ലിസാനൈൻ, രണ്ട് നാവുകളുള്ളവരാണ്. രണ്ട് മുഖം ഉണ്ടെങ്കിൽ രണ്ട് നാവ് ഉറപ്പാണല്ലോ. രണ്ട് മുഖം ഉണ്ടെങ്കിൽ രണ്ട് നാവ് ഉറപ്പാണല്ലോ. ആ രണ്ട് നാവുള്ളവനാണ്, ആ രണ്ട് മുഖമുള്ളവനാണ്. ഒന്നുകൂടെ നബി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഒരു മുഖവുമായി ഒരാളുടെ മുന്നിലേക്ക് പോയിക്കൊണ്ട് മറ്റുള്ളവനെ കുറിച്ച് അവന്റെ മുന്നിൽ പറയുകയും അതേ മുഖവുമായി മറ്റൊരാളുടെ മുന്നിൽ പോയി ഇവനെ കുറിച്ച് അവന്റെ മുന്നിൽ മറ്റൊരു മുഖഭാഷ്യത്തിൽ പറയുകയും ചെയ്യുന്നവൻ. നമ്മുടെ മുന്നിൽ അബൂബക്കർ മുസ്ലിയാർ എത്ര നല്ല മനുഷ്യനാണ് അയാൾ. അത് നല്ല മനുഷ്യനല്ലേ? ആളുകളൊക്കെ വെറുതെ ആവശ്യമില്ലാതൊക്കെ പറയും. നല്ല മനുഷ്യനാണ് അയാൾ. കണ്ടാൽ തന്നെ അറിയാമല്ലോ, അവിടെ ഇരുത്തൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. തിരിച്ചിങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് വിദഗ്ധക്കാരൻ അയാൾ നടക്കുന്ന മൂത്തതി, അയാൾ വിവരമില്ലാത്ത അയാളുടെ പോയിക്കളൊക്കെ പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകണം. ഉദാഹരണം പറയുന്നുണ്ട്, എന്നെ കുറിച്ച് പറഞ്ഞവരെ പ്രശ്നമില്ലല്ലോ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു, വൈദിനെ കുറിച്ച് പറഞ്ഞ ദേഷ്യം വരും, നമ്മുടെ ശൈഖുനായെ കുറിച്ച് പറഞ്ഞ ചിലപ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് എന്നെ കുറിച്ച് പറഞ്ഞവന് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരാളടുത്ത് എന്റെ അടുക്കൽ വന്ന് ഒരാളെ കുറിച്ച് നല്ലത് പറയും, തിരിച്ച് അതേപോലെ. ഉബൈദിനെ കുറിച്ച് എന്റെ അടുത്ത് വന്ന് പറയും. ഉബൈദ് എന്ന് പറഞ്ഞാലേ ഉസ്താദെ നിങ്ങൾ പറയുന്ന ഉദ്ദേശിക്കുന്ന ആളെന്നല്ല. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ നിന്നാലും ഓൻ നിങ്ങളെ കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയോ? അങ്ങനെ അല്ലല്ലോ, നമ്മൾ ധരിച്ച അങ്ങനെ അല്ലല്ലോ. ആള് ഭയങ്കര ദീനിയായിട്ടുള്ള അതൊക്കെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ഉസ്താദെ, നിങ്ങൾക്കറിയില്ല ഉസ്താദെ എന്നൊക്കെ പറയും. ആഹാ, അങ്ങനെയോ? ചിലപ്പോ എങ്കിലും മനുഷ്യനല്ലേ, ഒരു 3 പോയിന്റ് അയാളെ കുറിച്ച് ഒരു മോശം നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകും. 3 പോയിന്റ് 97 ബാക്കിയുണ്ട്. ഉബൈദിന്റെ അടുക്കലേക്ക് പോയാള്, യാ ഉബൈദെ, നീ എന്തിനാ അയാളെയൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി താങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ അടുത്ത് ഞാനൊരു 10 മിനിറ്റ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ കുറിച്ച് എത്ര മോശമായിട്ട് അയാളെ അടുത്ത് മുന്നിൽ പറഞ്ഞത്. എന്നിട്ട് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു, നീ പറയല്ലേ, നീ പറയല്ലേ, നീ പറയല്ലേ. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട് സംഭവം? ഇവന്റെ പേരാണ് രണ്ട് മുഖം, രണ്ട് നാവ്. രണ്ട് നാവ്, രണ്ട് മുഖം. ഒരു മുഖം ഒരാളുടെ മുന്നിൽ വന്ന് ഒന്ന് പറയും, അയാളെ കുറിച്ച് അടുത്ത ആളുടെ മുന്നിൽ മറ്റൊരു മുഖത്തിൽ പറയും. ഇതിനെ കുറിച്ചാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ജനങ്ങളിൽ ദുഷിച്ചവനാണ്, നെറികെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, തെമ്മാടിയാണ്, ഇവൻ അഹങ്കാരിയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ കാന ലിസാനൈൻ, ദുനിയാവിൽ ആർക്കെങ്കിലും രണ്ട് നാവുകളുണ്ടോ? വമൻ കാന ലിസാനൈൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ ആർക്കെങ്കിലും രണ്ട് നാവുകളുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ യജ്അലു ലഹു യൗമൽ ഖിയാമ ലിസാനൈൻ മിൻ നാർ,
ദുനിയാവിൽ ആർക്കെങ്കിലും രണ്ട് നാവുകൾ ഉണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ തീയിൽ നിന്നുമുള്ള രണ്ട് നാവുകൾ അവന് പണിതു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഓർക്കണേ സഹോദരാ സഹോദരി, ഈ നാവ് രണ്ട് പണി ദുനിയാവിൽ ചെയ്തതിന്റെ പേരിലാണ് നാളെ നരകത്തിൽ അല്ലാഹു രണ്ട് നരകത്തിന്റെ നാവ് പണിതു കൊടുക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും രംഗം? നരകത്തിന്റെ നാവങ്ങാണ് നാവില്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരത്തെ അല്ലാഹുവേ നീ നരകത്തിന്റെ മേൽ ഹറാമാക്കണമേ റബ്ബേ. വുളു എടുക്കുമ്പോഴൊക്കെ ഒന്ന് ദുആ ചെയ്തോളെ. അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ. നിങ്ങൾ നമസ്കരിക്കാൻ പോകുമ്പോൾ ദുആ ചെയ്യും. നിങ്ങൾ വുളുവെടുക്കുന്ന സമയത്ത് ഓരോ വുളുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വുളുവെടുക്കരുത്. നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് വുളുവെടുക്കണേ. ആ വുളുവെടുക്കുന്ന ദുആയിലൂടെ അല്ലാഹു ഏതെങ്കിലും ഒരു ദുആ സ്വീകരിച്ചാൽ ആ ദുആയുടെ മഹത്വം നിങ്ങൾക്കറിയണോ? ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഗവേഷണം ചെയ്തിട്ട് ഒരു സത്യവിശ്വാസി അവൻ നമസ്കാരത്തിന് വേണ്ടി ദുആ ചെയ്തുകൊടുക്കുമ്പോ അവന്റെ ശാരീരിക അവയവങ്ങൾ കഴുകുമ്പോൾ അവന്റെ നാവിലൂടെ അവൻ ഒഴിഞ്ഞുകൊള്ളട്ടെ, പറഞ്ഞുകൊള്ളട്ടെ. അവന്റെ തല തടകുമ്പോൾ അവൻ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ. അല്ലാഹുവേ എന്റെ രോമകൊത്തുകളെ, രോമകോമങ്ങളെ, എന്റെ ശരീരത്തെ, എന്റെ ത്വക്കുകളെ, എന്റെ ചർമ്മങ്ങളെ, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ നരകത്തിന്റെ മേലെ നീ ഹറാമാക്കണമേ അല്ലാ, നരകത്തിന്റെ മേലെ നീ ഹറാമാക്കണമേ അല്ലാ എന്ന് നിങ്ങൾ ഓരോരുത്തരും തല തടവുന്ന സമയത്ത് ദുആ ചെയ്താൽ നിങ്ങൾ മരിക്കുന്നത് വരെയുള്ള നമസ്കാരത്തിന്റെ വുളുവിന്റെ വേളയിലെ ദുആ ഏതെങ്കിലും ഒരു ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ഉറപ്പാണ്, ഉറപ്പാണ്, സത്യമാണ്, സത്യമാണ്, നിങ്ങളുടെ ശരീരം അല്ലാഹു നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കുമത്രേ. അടി അങ്ങോട്ട് കൊടുക്കല്ല, താലിക്കിട്ട് അടിച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് ഇവിടെ നമ്മളിപ്പോ അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ ഇവിടെ പറയാനുള്ള സമയമുള്ള എന്റെ തല നീ നരകത്തിന്റെ മേൽ ഹറാമാക്കണേ, എന്റെ ശരീരം നരകത്തിന്റെ മേൽ നീ ഹറാമാക്കണേ, എന്റെ ചർമ്മം നരകത്തിന്റെ മേൽ നീ ഹറാമാക്കണേ എന്ന് പറയാനുള്ള സമയമില്ലല്ലോ. തീർന്നു, സമയം തീർന്നു. ഇതൊക്കെ ഒരു ഫർളാണ്, ഒരു തലയുടെ ഒരു മുല്ലെങ്കിലും നനയാന്നുള്ളത്. പക്ഷേ നമ്മുടെ മഹാന്മാര് നല്ല തല മുഴുവനും തടവുകൾ സുന്നത്താക്കി തന്നിട്ടില്ലേ? വിധങ്ങളുടെ ശൈലി അതല്ലേ, തല മുഴുവനും തടവുക എന്നുള്ളത്. അത് നിങ്ങളത് തടവുമ്പോൾ നല്ല റാഹത്തായിട്ട് അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ ഇത്രതരം പറഞ്ഞു. നിങ്ങൾ മരിക്കുന്നത് വരെ അങ്ങാണ് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താലേ ഏതെങ്കിലും ഒരു മലക്ക് ആമീൻ 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 ആയി നാളെ അർശിന്റെ തണൽ കിട്ടൂല, അർശിന്റെ തണൽ കിട്ടൂലേ? അല്ലാഹുമ്മ ദില്ലനി തഹത മിൽ അർശ് യൗമ ലാ ദില്ല ഇല്ലാ ലില്ലാഹ്. അതുകൂടെ നിങ്ങൾ ദുആ ചെയ്യണം തല തടവുന്ന സമയത്ത്. അല്ലാഹുമ്മ ദില്ലനി തഹത മിൽ അർശ്, പടച്ച തമ്പുരാനേ യൗമ ലാ ദില്ല ഇല്ലാ ലില്ലുക്, നിന്റെ തണലല്ലാത്ത ഒരു ദിവസം നാളെ സംജാതമാകുമത്രേ. നാളെ അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഞങ്ങളുടെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യനാണ്. അന്ന് ഈ പന്തല് കാണുകയില്ല, അന്ന് ഈ തണല് കാണുകയില്ല, അന്ന് ഈ ടാർപ്പായ കാണുകയില്ല, അന്ന് ഞങ്ങൾക്ക് കുട പിടിക്കാൻ ആരുമില്ല. പടച്ച റബ്ബേ, ഞങ്ങളെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കൊത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കരിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകത്തിന്റെ കൊടും ചൂടിൽ നിന്ന്, ആ സൂര്യന്റെ ആഘാതത്തിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ തണലിട്ട് തരണമേ അല്ലാഹ്.